നമ്മൾ കിഡ്നിയുടെ പലപ്പോഴും ഞാൻ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കിഡ്നി ഫംഗ്ഷൻ ചെക്ക് ചെയ്യുമ്പം ഒരു 1.2 1.3 ഒക്കെ ക്രിയാറ്റിൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും അത് ആരും അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഈവൻ ഡോക്ടേഴ്സ് പോലും അത്ര സീരിയസ് ആയിട്ട് പറയാറില്ല. ഈവൻ പലപ്പോഴും റിപ്പോർട്ടിൽ 1.5 വരെ ക്രിയാറ്റിൻ നോർമൽ എന്നുള്ളത് പോലെയുള്ള റിപ്പോർട്ടും പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന റിപ്പോർട്ടിൽ കാണാറുണ്ട്. ഇന്ത്യയിലെ റിപ്പോർട്ടിൽ അത്ര വരാറില്ല. 1.2 ഒക്കെയാണ് പലപ്പോഴും നോർമൽ എന്ന് പറഞ്ഞ് കാണുന്നത്. അപ്പൊ അങ്ങനെയല്ല. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ട് നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിനും അല്ലെങ്കിൽ മാത്രം പോരാ. നമ്മൾ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റുകളാണ്. ഈവൻ യൂറിക് ആസിഡ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിലാണ് വരുന്നത്. പക്ഷെ യൂറിക് ആസിഡ് കൂടിയാൽ ആരും എനിക്ക് കിഡ്നി പ്രോബ്ലം വന്നിട്ടുണ്ടെന്നുള്ള ഒരു ഫിയർ കാണിക്കുന്നില്ല. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. അതിന് പകരം എന്ത് ചെയ്യും? യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മരുന്നെടുക്കും. ശരിക്കും യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മരുന്ന് യൂറിക് ആസിഡ് വെരി ഹൈ ആയിട്ട് ഗൗട്ട് വരുന്നവർക്കാണ്. അതായത് ജോയിന്റിൽ ആർത്രൈറ്റിസ് പോലെ വരുന്നവർക്കാണ് യൂറിക് ആസിഡ് കുറച്ച് നിർത്താൻ മരുന്നെടുക്കേണ്ടതുകൊണ്ട് കാര്യം. അല്ലാതെ സിംറ്റമാറ്റിക് അങ്ങനെ ജോയിന്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഗൗട്ടിന്റെ സിംറ്റംസ് ഇല്ലാത്തവർക്ക് യൂറിക് ആസിഡ് കൂടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് യൂറിക് ആസിഡ് കുറയ്ക്കുകയും കിഡ്നിയുടെ മറ്റു ഫംഗ്ഷനുകളാണ് നോക്കണ്ടേ. യൂറിനിൽ കൂടെ ആൽബുമിൻ പോകുന്നുണ്ടോ, അതുപോലെ അതിലും കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ. അപ്പോൾ ആൽബുമിൻ ACR നോക്കുക, അതുപോലെ GFR നോക്കുക, യൂറിനിൽ ആൽബുമിനോ പ്രോട്ടീനോ അല്ലെങ്കിൽ WBCസോ അല്ലെങ്കിൽ RBCസോ ഉണ്ടോ എന്ന് നോക്കുക. RBCസും ലീക്ക് ഔട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സീരിയസ് കിഡ്നിയെ ക്രിയാറ്റിൻ ചിലപ്പോൾ നോർമൽ ആയിരിക്കും. ഇവൻ ആൽബുമിൻ പോകുന്നതായിരിക്കും ചിലപ്പോൾ ആദ്യം തുടങ്ങുന്നത്. ക്രിയാറ്റിൻ നോർമൽ, ഇവൻ GFR നോർമൽ ആണെങ്കിൽ പോലും യൂറിൻ ആൽബുമിനോ RBCയോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രാവശ്യം കണ്ടെന്ന് കരുതി നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. പക്ഷെ കണ്ടിന്യൂസ്ലി കാണുകയാണെങ്കിൽ അതെന്താണെന്ന് നമ്മൾ സീരിയസ് ആയിട്ട് നോക്കണം. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.